ഇടുക്കി വണ്ടിപ്പെരിയാറിലെ ഗ്രാമ്പിയിൽ ഭീതി പടർത്തിയ കടുവയെ ഇനിയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. 2 ദിവസത്തിനുള്ളിൽ കൂട്ടിൽ കയറിയില്ലെങ്കിൽ കടുവയെ മയക്കുവെടി വയ്ക്കുന്ന കാര്യം ആലോചിക്കുമെന്ന് എരുമേലി റേഞ്ച് ഓഫീസർ കെ ഹരിലാൽ പറഞ്ഞു. ഇപ്പം നമ്മൾ ആദ്യം കണ്ട ദിവസം തുടങ്ങി തന്നെ അതിന് കാലിനൊരു പരിക്കുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും അതിൻ്റെ ആ ഒരു ഇഞ്ചുറിയുടെ ഒരു ഡെപ്ത് കൂടി വരുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ കേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 11-ാം തീയതി നമ്മൾ കേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് കേജിൽ കയറേണ്ടതാണ്. ഈ ഒരു കണ്ടീഷനിൽ അതിന് വേറെ ഫീഡൊന്നും കിട്ടിയില്ലെങ്കിൽ നോർമലി അത് കേജിലുള്ള വെയിറ്റ് എടുക്കാൻ വേണ്ടി വരും. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കും. 2 ദിവസത്തിനുള്ളിൽ വന്നില്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെയും മറ്റ് ഇതിൻ്റെയൊക്കെ ഇത് നോക്കി നമ്മൾ അടുത്ത തീരുമാനം എടുക്കും. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആൽവിൻ തോമസ് ചേർന്നു. ആൽവിൻ, മയക്കുവെടിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും എന്നാണോ മനസ്സിലാക്കേണ്ടത്? അവിടെ പ്രദേശത്ത് ഈ കടുവ ഭീതി പടർത്തുകയാണോ ഇപ്പോൾ? ഗ്രാമ്പിയിൽ കടുവയെ മയക്കുവെടി വയ്ക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആൽവിൻ തോമസ് ചേരുന്നു. ആൽവിൻ, മയക്കുവെടി തന്നെ ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്കാണോ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? ഈ കടുവ പ്രദേശത്ത് ഭീതി പടർത്തുന്ന സ്ഥിതിയുണ്ടോ? എന്താണ് വിവരങ്ങൾ അവിടെ നിന്നുള്ള? ലക്ഷ്മി, ഏതാണ്ട് ഇപ്പോൾ അത് വലിയ അവശ നിലയിലാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. ഗ്രാമ്പി എസ്റ്റേറ്റിലാണ് ഇപ്പോഴും അത് തങ്ങിയിരിക്കുന്നത്. ഒരു ചതുപ്പ് പ്രദേശത്ത് അതിപ്പോഴും കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് നിരീക്ഷണത്തിൽ വനവകുപ്പിന് മനസ്സിലാകുന്നത്. ഡ്രോൺ അടക്കമുള്ള നിരീക്ഷണങ്ങൾ നടത്തിയാണ് ഈ ദിവസങ്ങളിലൊക്കെയും കടുവയെ ലൊക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പിൻകാലിന്, ഇടതുവശത്തെ പിൻകാലിന് പരിക്കേറ്റിട്ടുണ്ട്. ഇത് എവിടെയെങ്കിലും കുരുക്കിൽ ഉണ്ടായ ഒരു പരിക്കാകാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളോട് തന്നെ റേഞ്ച് ഓഫീസർ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹവും അങ്ങനെയാണ് കരുതുന്നത്. അങ്ങനെ ഒരു നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ഈ കടുവ ഉള്ളത്. നമുക്ക് കാണാവുന്നതുപോലെ എനിക്ക് പിന്നിൽ കാണുന്ന ആ ചതുപ്പ് പ്രദേശത്തേക്ക് അവിടെയായിട്ടാണ് കടുവ ഉള്ളത്. അതിനെ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട് ഡ്രോണുകൾ പറത്തിയും. അതോടൊപ്പം തന്നെ കുറച്ച് മാറി അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉയർന്ന പ്രദേശത്ത് നിൽക്കുന്നുമുണ്ട്. അതിന് കൂടുതൽ നീങ്ങാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇന്നലെ വൈകുന്നേരം 3 മണിയോട് കൂടി ഇതിന് തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്ത് കൂട് സ്ഥാപിച്ചിരിക്കുന്നതിന് ഏതാണ്ട് ഒരു 100 മീറ്റർ അപ്പുറം വന്നിരുന്നു, 300 മീറ്റർ അപ്പുറം വന്നിരുന്നു. പക്ഷേ അത് കൂട്ടിലേക്ക് എത്തിയിട്ടില്ല. ചൊവ്വാഴ്ചയാണ് കൂട് സ്ഥാപിക്കുന്ന നടപടി നടത്തിയത്. കൂട്ടിൽ ഇരയെ വെച്ചുകൊണ്ട് കൂട്ടിലേക്ക് കയറുമെന്നുള്ള പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഉണ്ടായില്ല. ആളുകളൊക്കെയും ഇപ്പോഴും പേടി ഉണ്ട്. കാര്യം ഈ പ്രദേശത്തൊക്കെയും ഈ ലയങ്ങൾ ഉൾപ്പെടെ ഉള്ളതാണ്, താമസക്കാർ ഉൾപ്പെടെ ഉള്ളതാണ്. ഈ പ്രദേശങ്ങളിലൊക്കെയും തോട്ടത്തിലെ തൊഴിലാളികളടക്കമുള്ള ആളുകൾ താമസിക്കുന്ന ലയങ്ങൾ അടുത്തടുത്തായൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലയങ്ങളോട് ചേർന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ചതുപ്പ് പ്രദേശമുള്ളത്. അവിടെയാണ് ഈ കടുവ ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് ഇവർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഡ്രോൺ നിരീക്ഷണം ഉൾപ്പെടെ നടത്തി ഇത് എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യുന്നത് ഉണ്ടോ എന്നുള്ളതാണ് നിരീക്ഷിക്കുന്നത്. അത് ഇത്തരം മറ്റ് കൂട്ടുകളിലേക്ക് ഇത് പോകാത്തൊരു സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ ഇന്ന് വെറ്റിനറി ഡോക്ടർ അടക്കം വന്ന ശേഷം അത് പരിശോധന നടത്തി ഒരുപക്ഷെ മയക്കുവെടി വെച്ച ശേഷം അതിനെ അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടിയായിരിക്കാം ഒരുപക്ഷെ നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുക. അങ്ങനെ നടത്താനുള്ള നടപടിയിലേക്കാകും വനംവകുപ്പ് നീങ്ങുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അല്പസമയത്തിനകം DFOയും അതോടൊപ്പം തന്നെ വെറ്റിനറി സർജനും ഒക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട്. അത് കടുവയെ കൂടുതൽ നിരീക്ഷിച്ച് അതിൻ്റെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കിയ ശേഷം മാത്രമാകും തുടർ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ മയക്കുവെടി വെച്ച് അതിനെ മറ്റ് ശുശ്രൂഷകൾ നൽകും, അതിന് ചികിത്സ നൽകും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ലക്ഷ്മി, ആൽവിൻ തോമസാണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.